സോ ഹായ് ലേഡീസ് ആൻഡ് ബോയ്സ്, അപ്പോൾ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലൂ ബോക്സ് എപ്പിസോഡ് 1. അപ്പോൾ പണ്ട് ഞാൻ ഈ ആനിമെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു, പക്ഷേ കോപ്പിറൈറ്റ് കാരണം വേറെ ഒരു വഴിയില്ലാതെ ഞാനിത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ ഇപ്പോൾ വന്ന് ഈ ആനിമെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എനിക്ക് കമൻറ്റ് സെക്ഷൻ ഭീഷണി വരെ വന്നു തുടങ്ങി. എൻ്റെ അമ്മോ, ആർക്കും വേണ്ടാത്ത ഒരു ആനിമെ ഞാൻ എടുത്തൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേന് പലവരും തലയ്ക്ക് പിടിച്ച ആനിമെ. അതിന് മാത്രമുണ്ട് ഈ ആനിമെ. ശരിക്കും പറയുവാണെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറി പറയുകയാണെങ്കിൽ ഇതൊരു റൊമാൻസും കോമഡിയും പിന്നെ സ്പോർട്സും കൂടെ ചേർന്നൊരു ആനിമയാണ്. പിന്നെ ഇന്നത്തെ കഥയെന്ന് പറയുന്നത് ഒരു ചെറുക്കൻ, അവനെ സ്നേഹിക്കാൻ 3 പെണ്ണുങ്ങൾ. പക്ഷേ പ്യുവറായിട്ട് അങ്ങ് എന്തുവാ ഐ ലവ് യു എന്ന് പറഞ്ഞ് നടക്കുന്ന ആനിമയല്ല. ഇത് കാണുമ്പോൾ എൻ്റെ ഫീൽ കിട്ടും. പിന്നെ കുറേ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് അന്ന് ഞാൻ എക്സ്പ്രഷൻ ചെയ്ത പോലെ ഒന്നും അത്ര അടിപൊളിയായിട്ട് സെറ്റപ്പായി സിനിമ പോലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറേ ലിമിറ്റേഷൻസ് വന്നു. പക്ഷെ എന്നാലും നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാന്നുള്ള കാര്യത്തിൽ ഞാൻ പ്രോമിസ് തന്നുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിലേക്ക് കിടക്കുന്നു. പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് കോപ്പിറൈറ്റ് അല്ലേ കിട്ടാൻ പോകുന്നത്. ഇത് ചിലപ്പോൾ സ്ട്രൈക്ക് കിട്ടാൻ തന്നെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടിയേ പറ്റൂ. എന്നാലും നമുക്ക് അടിപൊളിയായിട്ട് ആനിമ ചെയ്യാൻ പറ്റൂ. പിന്നെ പേടിക്കേണ്ട, ഈ ആനിമ വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്ലാക്ക് ക്ലോർ ഒന്നും നടത്തത്തില്ല. ബ്ലാക്ക് ക്ലോർ ഇനിയും വരാൻ പോകുന്ന എപ്പിസോഡ്സ് സിനിമയായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അത്ര അടിപൊളിയായിട്ട് അപ്ലോഡ് ചെയ്യും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. എക്സാം ആയിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഏപ്രിൽ 3 വിൻഡ് ബ്രേക്കർ സീസൺ 2 വരുന്നുണ്ട്. എന്നെ വിശ്വസിച്ചോ, വിൻഡ് ബ്രേക്കറിൻ്റെ സീസൺ 2 താക്കർക്ക് എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ ബ്ലൂ ലോക്കിൻ്റെ കുറച്ച് സീൻസ് കാണാം, എക്സ്പ്രഷൻ കാണാം. അതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് വിൻഡ് ബ്രേക്കർ ചെയ്യാൻ പോകും. നിങ്ങൾ കണ്ടോ? ആ ഒരു വിൻഡ് ബ്രേക്കർ എക്സ്പ്ലനേഷൻ നിങ്ങൾ എൻ്റെ ചാനലിൽ ബിലീവ് ചെയ്ത് ഞാൻ തകർക്കാൻ പോവുക. സോ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോസ്. ഞാൻ കുറേ നേരമായിട്ട് ഇൻട്രോ എടുത്തല്ലേ. 体を動かしたくなって滑りよう。大輝くん、シャツ裏表だって。やっぱ俺ダメかもしれん。എപ്പിസോഡ് തുടക്കത്തിൽ നമ്മുടെ കഥയുടെ ഹീറോ തൈക്കാണെങ്കിൽ അവിടെ സ്കൂളിലെ സ്പോർട്സ് ഹാളിലേക്ക് ഓടി വരുമായിരിക്കും. അവൻ എന്നിട്ട് പറയും, എനിക്ക് എന്തെങ്കിലും അവിടെ ആദ്യം എത്തണം, എന്നാലേ എനിക്ക് എൻ്റെ ഒരു നല്ലൊരാളെ കണ്ട് തുടങ്ങാൻ പറ്റൂ. അവിടെ ആണെങ്കിൽ ഒരു പെങ്കൊച്ച് ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സ്കൂൾ സ്പോർട്സ് ഹാളിലേക്ക് അവൻ രാവിലെ എത്തിച്ചേരും. ഡോർ തുറന്ന് എത്തിയപ്പോഴോ അവൻ്റെ തലയിലേക്ക് ഒരു ബാസ്കറ്റ് ബോൾ വന്ന് വീഴും. അതൊരു സുന്ദരി പാറുമായിരുന്നു. ആ ബോൾ അവളുടെ നിന്ന് മിസ്സായിപ്പോയതാണ്. എന്നിട്ട് അവൾ പറയും, അയ്യോ എൻ്റെ തലയിൽ മുറിവ് പറ്റിയിട്ടുണ്ടല്ലോ എന്ന് പറയും. അതിനുശേഷം അവൾ പോക്കറ്റിൽ നിന്നൊരു മുട്ടായി എടുത്ത് അവന് കൊടുത്തിട്ട് പറയും, ഇനി നീ എന്നെ ക്ഷമിക്കുമല്ലോ അല്ലേ. അതിനുശേഷം തയ്ക്ക് അവളെ നോക്കുമ്പോഴോ, അവളൊരു നിപ്പുണ്ടല്ലോ അളിയാ. അതിലും അവൾ ചെറുക്കൻ വീണുപോയി. അതിനുശേഷം നമ്മുടെ തയ്ക്ക് പറയും, ഞങ്ങൾ 2 രൂപ സ്കൂളിലാണ് പഠിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ സ്പോർട്സിനകത്ത് ബാഡ്മിൻ്റനോടാണ് ക്രേസ് കൂടുതൽ. അതിനുവേണ്ടി ഞാൻ നല്ലോണം ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട്. ഡെയിലി ഇവിടെ രാവിലെ എനിക്കെത്തി ഏറ്റവും ആദ്യം ഇവിടെത്തി ട്രെയിൻ ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. പക്ഷേ അതൊരിക്കലും നടക്കത്തില്ല. ഒരു പെങ്കൊച്ചുണ്ട്, അവളെപ്പോഴും എന്നെക്കാട്ടി മുമ്പേ എത്തും. അത് വേറെ ആരുമല്ല കേട്ടോ, ഇപ്പം കണ്ട ആ പെങ്കൊച്ച് തന്നെ. അവളുടെ പേര് സിനാറ്റ്സു എന്നാണ്. പിന്നെ എനിക്ക് അവളെ ഇഷ്ടവും കൂടെ കേട്ടോ. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് അവൾ സ്കൂൾ തുറന്ന് അല്ലെങ്കിൽ സ്പോർട്സ് ഹാൾ തുറന്ന് അവിടെ ഫുൾ ആൾക്കാരായതിനു ശേഷമാണ്. നമ്മുടെ തൈക്കാണെങ്കിൽ നമ്മുടെ സിനാറ്റ്സുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും അട്ട് പറയും, എത്ര നല്ലതായിരുന്നല്ലേ, രാവിലെ ഞാൻ എണ്ണിക്കുമ്പോൾ അവളേക്ക് ചായ കൊണ്ട് തരുന്നു, എന്നെ വിളിച്ചുണർത്തുന്നു അല്ലേടാ എന്ന് പറഞ്ഞ് കൂട്ടുകാരനോട് പറഞ്ഞു പഠിക്കും. കൂട്ടുകാരൻ പറയും, നിനക്ക് ഉറപ്പാണോ അവൾ നിൻ്റെ ലെവലിനുള്ളതുപോലും അല്ല. നീ നിൻ്റെ ലെവലിനനുസരിച്ച് ഒരു പെണ്ണിനെ നോക്കടാ. അവൾ എത്ര ഫേമസും എത്ര പോപ്പുലറും ആണെന്ന് നിനക്കറിയത്തില്ലേ. അതേസമയത്ത് നിന്നെ ഇവിടെ ആർക്കും അറിയത്തോലുമില്ല. ബാഡ്മിൻ്റണിൽ നിൻ്റെ സ്കില്ലിനെ കുറിച്ച് ഞാൻ പിന്നെ പറയണോ എന്ന് പറയും. ഇതെല്ലാം കേട്ട് തൈക്ക് പറയും, നീ എന്താടാ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് എന്ന് പറയും. പക്ഷേ അയാളുടെ കൂട്ടാൻ പറയും, ശരി എന്ത് ചെയ്താലും കുഴപ്പമില്ല, നീ അവളുടെ ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയും അവൾ നിൻ്റെ പേര് ഓർത്തിരിക്കുന്ന രീതിയിൽ അവളോട് എന്തെങ്കിലും അങ്ങ് ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പുറയുന്ന വേറൊരു പെങ്കൊച്ച് നമ്മുടെ തൈക്ക് നിൽക്കുമ്പോൾ വന്ന് മുട്ടിങ്ങനെ മടക്കുന്നത്. തൈക്കാണ് തിരിഞ്ഞിട്ട് പറയും, നിനക്ക് എന്തിൻ്റെ കുഴപ്പമാടി എന്ന് പറയും. അനിഹിന പറയും, ചുമ്മാ ഒരു മനസ്സുഖം. അതിനുശേഷം നമ്മുടെ തൈക്കിനെയും
അവിടെ നിന്ന് ചുമ്മാ ഇരുന്ന് വരക്കൊണ്ടാക്കാൻ തുടങ്ങും. അതിന് ശേഷം നമ്മുടെ തൈക്ക് പറയാൻ തുടങ്ങും. നമ്മുടെ ഹിന എന്ന് പറയുന്നത് നമ്മുടെ തൈക്കയുടെ കൂടെ പണ്ട് തൊട്ടേ ഉള്ളൊരു കൂട്ടുകാരിയാണ്. പിന്നെ തൈക്കാണെങ്കിൽ ഹിനയോട് ചോദിക്കും എങ്ങനെ ഒരു പെങ്കൊച്ചിനെ വളയ്ക്കേണ്ടതെന്ന്. ഇത് ചോദിച്ച പാടെ നമ്മുടെ ഹിന പറയുന്നത് അവൾ ഭയങ്കര സുന്ദരനായിരിക്കണം, ഹാൻഡ്സം ഭയങ്കര അത്ലറ്റിക് ആയിരിക്കണോ പറഞ്ഞ് നമ്മുടെ ചെറുക്കനെ വല്ലാതെ അങ്ങ് വിയേർഡ് ഫീലിംഗ് ആയിരുന്നു. അതിനുശേഷം നമ്മുടെ ചെറുക്കൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം നമ്മളെ കാണിക്കാൻ അടുത്ത ദിവസമായിരിക്കും വീണ്ടും അതിരാവിലെ നമ്മുടെ ചെറുക്കൻ അവിടെ എത്തും. അപ്പോഴായിരിക്കും അവളെ കാണുന്നത്. ലൈക്ക് അവൻ അത്രയും രാവിലെ എത്തിയിട്ടും അവനെക്കാട്ടിലും മുമ്പേ ലൈക്ക് ഈ ഒരു ഹാള് തുറക്കുന്നതിന് മുമ്പേ തന്നെ അവിടെ വന്നിരിക്കുമായിരിക്കും നമ്മുടെ പെണ്ണ് സിനാറ്റ്സു. അപ്പോൾ അവളുടെ ക്രേസ് ഒന്ന് ആലോചിച്ച് ഇതിനു വേണ്ടി. അതിനുശേഷം നമ്മുടെ ചെറുക്കൻ അടിച്ചു എനിക്ക് എന്തെങ്കിലും അവളോട് സംസാരിക്കണം. നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ എങ്ങനെയില്ല അവൾ എൻ്റെ പേര് ഓർത്തിരിക്കണം. ഞാനിപ്പോൾ എന്ത് പറഞ്ഞാൽ അവളോട് മിണ്ടും. അങ്ങനെ പറഞ്ഞ അവനിങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരിക്കും. അവളെ തന്നെ നോക്കി. അങ്ങനെ രണ്ടുപേരും കുറച്ച് കഴിഞ്ഞ് വല്ലാതെ സൈലൻ്റ് ആവും. പെട്ടെന്നായിരുന്നു അവളൊന്ന് തുമ്മുന്നത്. അവൾ തുമ്മി കഴിയുമ്പോഴത്തേണ് ചെറുക്കൻ പെട്ടെന്ന് കൈയിടുന്ന വെള്ളവും സാധനങ്ങളും പിന്നെ അവളുടെ തോളത്തേക്കത്തെ നാപ്കിൻ പോലെ സാധനം ഉണ്ടല്ലോ, ഒരു തുണി, ആ തുണിയാണ് അവളുടെ ദേഹത്തിട്ട് മുടിയൊക്കെ ചെയ്തിട്ട് പറയും അയ്യോ നിങ്ങൾക്ക് പനിയാണോ ജലദോഷമാണോ എൻ്റെ പൊന്നിയെ മുത്തി എന്നൊക്കെ പറഞ്ഞ് അവൾ പെട്ടെന്ന് ഭയങ്കര കെയറിങ് കാണിക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോഴോ നമ്മുടെ ചെറുക്കൻ തുമ്മി. അപ്പോൾ അവൾ പറഞ്ഞു ഇത് എന്നെക്കാട്ടിയും കൂടുതൽ ആവശ്യം നിനക്കാ തയ്ക്കുക എന്ന് പറയും. അങ്ങനെ ഇത് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തൈക്ക് പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കും അപ്പം ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോഴും ഇവളെങ്ങനെ ആയിരിക്കും അല്ലേ എനിക്ക് ഇതേപോലെയൊക്കെ കൈയൊക്കെ ഇട്ട് തന്ന് എന്ന് പറഞ്ഞ് നമ്മുടെ തൈക്കിരുന്ന് റൊമാൻസ് അടിക്കും. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ സ്പോർട്സ് ഹാൾ തുറക്കാൻ വേണ്ടി സെക്യൂരിറ്റി വന്നപ്പോൾ നമ്മുടെ സിനാറ്റ്സു അവിടെ നിന്ന് എണ്ണിച്ചു പോകും. എന്നിട്ട് സിനാറ്റ്സു പോകുന്ന വഴിക്ക് നമ്മുടെ തൈക്കിയോട് പറയും എന്നാൽ ശരി തൈക്ക് നമുക്കിനി പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്രയും പേട്ട് കയറിയായിട്ട് പോകും. പക്ഷേ നമ്മുടെ ചെറുക്കൻ ശേഷം ആലോചിക്കും ഇവക്കെങ്ങനെ മനസ്സിലായി എൻ്റെ വീട് തയ്ക്കുകയെന്ന് എന്ന് പറഞ്ഞ് ആലോചിക്കും. അങ്ങനെ അതിന് ശേഷം നമ്മളെ അന്നത്തെ കുറച്ച് പ്രാക്ടീസ് സെക്ഷനൊക്കെ കാണിക്കും. നമ്മുടെ ചെറുക്കനാണെങ്കിൽ നല്ലോണം പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ആ വെച്ച് ക്ഷീണിച്ച് അവനെന്ത് ചെയ്യും വെള്ളം പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും. അങ്ങനെ പോയി അവിടെ നിന്ന് വെള്ളം കുടിച്ചാൽ പറയും യെസ്. അങ്ങനെ സ്റ്റെപ്പ് നമ്പർ 1 കഴിഞ്ഞു. ഇനി എനിക്ക് എങ്ങനെയും അവളുടെ കോൺടാക്റ്റ് എടുക്കണം, ഇല്ലെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് അവൾക്ക് കിട്ടണം. അപ്പോഴായിരിക്കും തിരിച്ചു വരുന്നവരെ നമ്മുടെ തായിക്ക് നമ്മുടെ സിനാറ്റ്സ് കോച്ചോട് സംസാരിക്കുന്നത് കാണുന്നത്. അപ്പം തന്നെ പുറകിൽ നിന്ന് നമ്മുടെ ഹിനെ അങ്ങോട്ട് വന്നിട്ട് പറയും ഓ തൈക്ക് നീ ഇടയായിട്ട് കുറേ ആയിട്ട് നീ കോഴി അടിക്കുന്നത് കേട്ടോ. ഞാൻ കണ്ടു നീ ഇങ്ങനെ കുറേ പെൺപിള്ളേരുടെ പുറകെ ഇങ്ങനെ നോക്കി അവരുടെ പുറകെ ഇങ്ങനെ കോഴികളെ പോലെ നടക്കുന്നത് അത്ര നല്ലതല്ല. നമ്മുടെ തൈക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവിടെ തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും തൈക്ക് നല്ല ദേഷ്യം വന്നു. പക്ഷെ അതിന് ശേഷം നമ്മുടെ തൈക്ക് ചിന്തിക്കുന്നത് എന്തായിരിക്കും കോച്ചോടുത്ത് സീരിയസ് ആയിട്ട് സംസാരിച്ച്. അതിന് ശേഷം വൈകുന്നേരമാണ് കാണിക്കുന്നത്. നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടി എല്ലാം റെഡി ആയി പോകാൻ നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ തൈക്ക് അവൻ്റെ തോർത്ത് അല്ലെങ്കിൽ തുവാല ഹാളിലെന്ന് പറഞ്ഞത്. അങ്ങനെ അത് എടുക്കാൻ വേണ്ടി അവൻ ഒന്നുകൂടെ തിരിച്ചു പോകും. അങ്ങനെ അവിടെ തിരിച്ചു പോകുമ്പോഴാണ് അവൻ കാണുന്നത് നമ്മുടെ സിനാറ്റ്സ് ഇപ്പോഴും അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ തൈക്ക് ചോദിക്കും നീ ഇപ്പോഴും ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അതിന് സിനാറ്റ്സ് പറയും അത് പിന്നെ എനിക്ക് ഇന്നത്തെ പ്രാക്ടീസ് എന്താ അറിയില്ല എന്നിട്ട് ഓക്കെ ആയില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യാമെന്ന്. പിന്നെ കുഴപ്പമില്ലെങ്കിൽ നീ എൻ്റെ കൂടെ ഒരു 1-1-1 കളിക്കുന്നോ? അത് ഫണ്ണായിരിക്കത്തില്ലേ എന്ന് പറഞ്ഞിട്ട് അവർ എൻ്റെ കൂടെ ഒരു 1 vs 1 കളിക്കും. പക്ഷേ നമ്മുടെ സിനാറ്റ്സ് നമ്മുടെ തൈക്ക് ഈസി ആയിട്ട് ബോൾ എടുത്തുകൊണ്ട് പോവുകയും സ്കോർ ചെയ്യുകയൊക്കെ ചെയ്യും. നമ്മുടെ തൈക്കാണെങ്കിൽ ലിറ്ററൽ നോമ്പായിപ്പോയി. പക്ഷെ എന്നിട്ടും നമ്മുടെ സിനാറ്റ്സ് പറയും തൈക്ക് നീ നല്ലോണം കളിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയും. അതിന് നമ്മുടെ തൈക്ക് പറയും എൻ്റെ അമ്മ പണ്ട് ഈ സ്കൂളിൽ ബാസ്കറ്റ് ബോൾ കളിക്കുമായിരുന്നു, അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ബേസിക്സ് ഒക്കെ അറിയാം എന്ന് പറയും. അതിന് സിനാറ്റ്സും പറയും ഓ എൻ്റെ അമ്മയും കളിക്കുമായിരുന്നല്ലോ, ആർക്കറിയാം നമ്മുടെ അമ്മയ്ക്ക് പരസ്പരം അറിയാവുന്നതാണോ എന്ന് അങ്ങനെ പറയും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ തൈക്ക് പറയും അവൻ എന്താ അറിയില്ല ബാഡ്മിൻ്റൺ ആയിരുന്നു അവൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിലും അവൻ ബാസ്കറ്റ് ബോളിലേക്ക് പോകും. ബാഡ്മിൻ്റൺ എടുത്തതിന് കാര്യം കുറച്ച് നാൾ മുമ്പേ അവൻ്റെ ഏകദേശം ഹൈസ്കൂളൊക്കെ പാസ്സായി കഴിഞ്ഞപ്പം അവൻ ഇങ്ങോട്ട് വന്നായിരുന്നു സാധനങ്ങളെല്ലാം പറക്കാൻ. അപ്പോൾ അവനോട് വന്നപ്പോൾ സിനാറ്റ്സു ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നു, പക്ഷെ അവിടെ കഴിയുമായിരുന്നു. അത് കണ്ടതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ചെറുക്കന് മനസ്സിലായത് അവൻ ഫൈനൽസിൽ കയറാൻ വേണ്ടി ഇരിക്കുമായിരുന്നു സിനാറ്റ്സു. പക്ഷേ കാരണം ചെറിയൊരു പോയിൻറ്റിന് അവിടെ തോറ്റുപോയി. അങ്ങനെ അവൾക്ക് ഫൈനൽസിൽ കയറാൻ പറ്റിയില്ല. പക്ഷെ അതിന് ശേഷം അവിടെ സിനാറ്റ്സ് വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് അവിടെ ചെറുക്കന് വീണ്ടും ഡെഡിക്കേഷൻ കൂടി. അവനും ഇതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇതായിട്ട് അവിടെ സിനാറ്റ്സിനും കുറച്ച് സന്തോഷമായി. പക്ഷേ പെട്ടെന്നായിരുന്നു അവരൊന്ന് സംസാരിച്ചിരിക്കുമ്പം
ഒരാളെന്നോട്ടേക്ക് വരുന്നത്, അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റി അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് പറയും, പിള്ളേരെ ഇവിടെ അടയ്ക്കാൻ സമയമായി, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇതെല്ലാം എടുത്തു വെച്ചിട്ട് വീട്ടിൽ പോകാൻ പറഞ്ഞു. അവർ രണ്ടുപേരും ഇത് പെട്ടെന്ന് ഇങ്ങനെ എടുത്തു കൊടുക്കുമ്പോൾ അറിയാമല്ലോ, അതിലൊരു ബോൾ ഉരുണ്ട് താഴെ വീഴും. പെട്ടെന്ന് ആ ബോൾ എടുക്കാൻ വേണ്ടി നമ്മുടെ തൈക്കും സിനാഡ്സും പോയി. പെട്ടെന്ന് ആ രണ്ടുപേരും ജസ്റ്റ് ഒരു ഐ കോണ്ടാക്റ്റ് നടത്തി. അത് രണ്ടുപേരെയും 2 മിനിറ്റത്തേക്ക് ഷോക്കായി നിർത്തിയെങ്കിലും പിന്നെ രണ്ടുപേരും എണ്ണിച്ച് താങ്ക്സ് പറഞ്ഞ് അവർ എണ്ണിച്ച് പോയി. ചെറിയൊരു ക്യൂട്ട് മൂമെൻറ്റ്, അത്രേ ഉള്ളൂ. അങ്ങനെ അതിന് ശേഷം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ തൈക്കയുടെ വീടാണ്. അവനാണെങ്കിൽ ഇന്നും അവന് സ്കൂളിൽ പോകണം, അതുകൊണ്ട് രാവിലെ അവൻ സ്നാക്സ് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫുഡ് എടുക്കാൻ വേണ്ടി അവൻ വന്നേക്കുമായിരിക്കും. അങ്ങനെ വരുമ്പോഴായിരിക്കും അവിടെ മാഗസീൻ ഇരിക്കുന്നത് കാണുന്നത്. ആ മാഗസീനിലോ സിനാഡ്സുവിൻ്റെ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അവൻ ചോദിക്കും, അമ്മയ്ക്ക് സിനാഡ്സുവിനെ അറിയാമോ? അതിന് അവൻ്റെ അമ്മ പറയും, അത് പിന്നെ സിനാഡ്സു എൻ്റെ കൂട്ടുകാരിയുടെ മോളാ, എന്താ നിനക്കറിയാവോളെ? അതിന് തൈക്ക് വരും, ഇല്ല എനിക്കറിയത്തില്ല, അവളെൻ്റെ ചെറുപ്പത്തിലെ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മോളാ. ഞങ്ങൾ രണ്ടുപേരും ഒരു ജോഡിയായിരുന്നു എന്ന് പറയും. അങ്ങനെ അതിനുശേഷം നമ്മുടെ തൈക്കിൻ്റെ അമ്മ പറയും, ശരിക്കും പറഞ്ഞാൽ അവളുടെ കാര്യം ഓർത്ത് കഴിഞ്ഞ് വിഷമമുണ്ട്. കാരണം അവൾ നല്ലോണം അവളുടെ കരിയർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ പേരൻസിന് ഇല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനും അവളുടെ ഹസ്ബൻഡിനും പ്ലേസ് മാറ്റം ഉള്ളതുകൊണ്ട് അവൾക്കിനിയും അവളുടെ കരിയർ നിർത്തേണ്ടി വരും എന്ന് പറയും. ഇതിട്ട് തയ്ക്കുമെന്ന് ഞെട്ടും. എന്ത്, അപ്പോൾ സിനാഡ്സ് ബാസ്കറ്റ് ബോൾ നിർത്താൻ പോകണോ എന്ന് പറഞ്ഞ് അവൻ ബാഗ് എടുത്തുകൊണ്ട് ഓടും. ഇല്ല, ഇത് പറ്റത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല, ഒരിക്കലും ഇത് സാധ്യമാകത്തില്ല. സിനാഡ്സു അവൾക്ക് നാഷണലിൽ കയറേണ്ടതാ, അത് അവളുടെ ആഗ്രഹമാ എന്ന് പറഞ്ഞ് അവൻ അണച്ച് ഓടി ഹാളിലേക്ക് എത്തും. സിനാഡ്സു, നീ എന്ത് പറ്റിയ നിന്റെ നാഷണലിലേക്കുള്ള ഡ്രീം നീ കളയല്ലേ, അത് എപ്പോഴും നിൻ്റെ വെച്ചേക്കണം, നീ അതിനു വേണ്ടി ശ്രമിക്കണം. ചിലപ്പോൾ നീ ഒറ്റയ്ക്കായേക്കാം, പക്ഷെ അന്നാലും നീ എന്നെ വിട്ടു കളയില്ലെന്ന് പറയും. അതെല്ലാം കേട്ട് നമ്മൾ സിനാഡ്സു ഭയങ്കരമായിട്ട് ഷോക്കായി നിൽക്കും. പെട്ടെന്ന് സിനാഡ്സു പറയും, അത് പിന്നെടാ ഞാൻ പോകുന്നില്ല. ഇത് കേട്ടപ്പോൾ അവനങ്ങ് അയ്യടാന്നായിപ്പോയി. തേഞ്ഞല്ലോടാ എന്നൊരു അവസ്ഥയില്ല അവനും. ഇനിയിപ്പോൾ എന്ത് പറയും എന്ന് പറഞ്ഞ് ശ്വാസം മുട്ടിക്കുന്ന അവനോട് അവൾ പറയും, അത് പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും, പക്ഷേ എൻ്റെ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ വിചാരിച്ചു എൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോകാമെന്ന്. ഞാൻ എനിക്കറിയാവുന്ന ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചു, അതുകൊണ്ട് നാളെ തൊട്ട് അവിടെ ആയിരിക്കും ഞാൻ നിൽക്കുന്നത് എന്ന് പറയും. പിന്നെ അതിന് ശേഷം അവൻ പറയും, എല്ലാത്തിനും കാരണം നീ തൈക്കി, നീ കാരണം എനിക്കിതിനു വേണ്ടി വീണ്ടും ട്രൈ ചെയ്യണമെന്ന് തോന്നൽ വന്നേ. അതിന് തൈക്ക് പറയും, അതിന് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് ചുമ്മാ. അതിന് ശേഷം നമ്മുടെ തൈക്ക് പറയും, ജസ്റ്റ് നിനക്കൊന്ന് പറയാനുള്ളൂ പറഞ്ഞതല്ലേ ഉള്ളൂ. അതിന് അവള് പറയും, നീ ആ പറഞ്ഞത് തന്നെ എൻ്റെ മോട്ടിവേഷൻ. പിന്നെ സമയമുള്ളപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു 1-on-1 ബാസ്കറ്റ് ബോൾ കളിച്ചാലോ, എന്ത് പറയുന്നു? അതിന് അവളും പറയും, ശരി ഇടയ്ക്കിടയ്ക്ക് ബാഡ്മിൻ്റൺ കളിക്കണം കേട്ടോ. അതിനുശേഷം നമ്മളെ കാണിക്കുന്ന അടുത്ത ദിവസമായിരിക്കും. അവനാണെങ്കിൽ ഇപ്പോഴും കഴിഞ്ഞ ദിവസം തേഞ്ഞതിൻ്റെ കാര്യം ഓർത്ത് ഇതവൻ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. അതിനുശേഷം അവൻ താഴെ പോയപ്പോഴോ അവൻ ഞെട്ടിപ്പോയി. അവൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു സാക്ഷാൽ സിനാഡ്സു. അവൻ്റെ സ്വപ്നത്തിൽ അവൻ കണ്ട പോലെ തന്നെ ഒരു ചായക്കപ്പിയും നടക്കുന്നത്. ഞാനൊരു സ്വപ്നത്തിൽ നിന്ന് എണ്ണിച്ചില്ലേ. പെട്ടെന്നായിരുന്നു അവൻ്റെ അമ്മയും സിനാഡ്സുൻ്റെ അമ്മയും പുറയുന്നു വരുന്നത്. എന്നിട്ട് പറയും, ഇനിയും തൊട്ട് സിനാഡ്സു മമ്മടോടാണ് നീ. അവള് നാഷണലിൽ കയറി അവളുടെ സ്കൂളിൽ കഴിയുന്നവർ ഇല്ലെങ്കിൽ അടുത്ത 3 വർഷത്തേക്ക് അവൾ ഇനി നമ്മളോടാ. ഇത് കേട്ട് ഞെട്ട് നീക്കുമായിരിക്കും നമ്മുടെ തൈക്ക്. അവളോ ഗുഡ് മോർണിംഗ് തൈക്ക് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയും ചെയ്യും. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ബ്ലൂ ബോക്സിന്റെ എപ്പിസോഡ് 1 സീസൺ 1 ആൻഡ് ലൈക്ക് എല്ലാം കൊണ്ടും അത്ര അടിപൊളി ആനിമേ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ എല്ലാ കൂട്ടുകാരും മാർക്കാൻ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ തകർക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യപ്പെടുത്തോ. സോ സീ നെക്സ്റ്റ് വീഡിയോ. അപ്പം ഇനി തൊട്ട് നമ്മളന്നോട്ട് ബ്ലാക്ക് ക്ലവർ, ബ്ലൂ ബോക്സ്, പിന്നെ വിൻ ബ്രേക്കർ, ആയിട്ടുള്ള ആനിമയൊക്കെ സൈഡിൽ നോക്കാം. അപ്പോൾ ശരി, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ, ടാറ്റ. Just two lovers sitting in the car, listening to Blonde, falling for each other. Pink and orange skies, feeling super childish. No Donald Glover. Missed call from my mother. Like, where you at tonight? Got no alibi. I was all alone with the love of my life. She's got glitter for skin.